ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബേപ്പൂരിലെ മേക്ക് 7 കൂട്ടായ്മയുടെ നടുവിലാണ്. കണ്ടില്ലേ, ഇവരിങ്ങനെ നിൽക്കുക. ഇവർ കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഇത്രയും നമ്പർ പ്രതീക്ഷിച്ചില്ല. നിങ്ങളെല്ലാവരും കൂടെ കുറേ ആൾക്കാരുണ്ടല്ലോ. എത്ര പേരുണ്ട് എല്ലാം കൂടെ? എത്ര 400? എൻ്റെ അമ്മോ! എത്ര? ഒരെണ്ണം കുറയുന്നില്ലല്ലോ. ഗംഭീരമായി. അത് ശരി, റോയൽ ഫറൂഖ് അല്ലേ? അപ്പൊ അങ്ങാണോ ഇതിന്റെ മുഖ്യ കക്ഷിയാരാ? ഇദ്ദേഹമാണ്. എനിക്ക് മനസ്സിലായി. അങ്ങാണ് ഇതിന് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അങ്ങ് ഒരു വിവാദ കഥാപാത്രമൊക്കെ ആയോ? വിവാദമൊന്നുമില്ല, ഞങ്ങളുടെ വിവാദങ്ങളേ ഇല്ല. എന്താ നിങ്ങളുടെ പർപ്പസ്? ശരീരത്തിൽ ഞങ്ങള് 26 വർഷമായിട്ട് രാവിലെ മോർണിംഗ് വാക്കിംഗ് നടത്തുക നല്ലൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ. അത് ഏകദേശം 26 പേരുണ്ട്. അത് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും പരമാവധി ഇതിലേക്ക് വരുന്നുണ്ട്. ഇത് നല്ല എക്സസൈസ് ആയിട്ട് ഞങ്ങൾക്ക്. രാഷ്ട്രീയമുണ്ടോ? സ്വന്തമായിട്ടുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയം കുത്തിയിറക്കാൻ? ഇതിനകത്തില്ല. ആരോഗ്യകാര്യത്തിൽ രാഷ്ട്രീയം കുത്തിയിറക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ശരീരത്തിന് വേണ്ടിയല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഹലോ, സന്തോഷല്ലേ? നിങ്ങളെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം അല്ലേ? ഓക്കെ, താങ്ക് യു. കാണാറുണ്ട്, സന്തോഷം. നമ്മള് നടത്തുന്ന ഒരു യാത്രയെ കുറിച്ച് അറിഞ്ഞല്ലോ. ഈ 20-ാം തീയതി നമ്മള് കോഴിക്കോട് ബീച്ചിൽ തകർക്കണം. വൈകുന്നേരം അങ്ങ് എത്തണേ, എല്ലാരും വരണം. നിങ്ങളെയൊക്കെ കല്യാണത്തിന് ക്ഷണിച്ചിരിക്കുക. ഓക്കെ, റെഡി? ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? എങ്ങനെ നോക്കുന്നു? ആരോഗ്യം നന്നായി പോകുന്നുണ്ടോ? ഓക്കെ, ഗംഭീരമായി പോകുന്നുണ്ടല്ലേ? പടം എടുക്കണോ? എന്റെ ഒരു മനോഹരമായ പടം എടുത്താലോ? ഓക്കെ, ഗംഭീരമായിരിക്കും. ഇപ്പോഴാണെങ്കിൽ പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അല്ല ഞാൻ മെച്ചൊക്കെ ഉണ്ട്. അഫ്കോഴ്സ് ഉണ്ട്. രാവിലെ 5 മണിക്കൊക്കെ എണീറ്റ് നടപ്പൊക്കെ ഉണ്ട്. നല്ല നടപ്പാ, ദുർനടപ്പ് കളഞ്ഞു. ഓക്കെ, എന്തൊക്കെയാ വിശേഷങ്ങള്? ആരോഗ്യം എങ്ങനെ പോകുന്നു? വെയിറ്റ് കുറഞ്ഞോ? കുറയ്ക്കാൻ പറ്റിയോ? തീർച്ചയായും. എത്ര കാലമായിട്ട് എക്സർസൈസ് ചെയ്യുന്നു? ഇപ്പൊ ഇവിടെ ഒരു വർഷമായുള്ള. എന്തുവാ സംഭവിച്ചത്? സംഭവിച്ചോ? എത്ര? 65 ബാക്കിയോ? ഓക്കെ, റെഡി. സന്തോഷം. അപ്പൊ നിങ്ങള് അപ്പൊ നമുക്ക് നിങ്ങളെല്ലാരും ഉണ്ട്. 10 കിലോ വെയിറ്റോ? വേഗം എടുത്തോ. ശരി. ഓക്കെ, ഞാൻ എന്റെ വാർത്ത പോകും. ഓക്കെ, ഓക്കെ, ഗംഭീരായി. ശരി. വരുന്നു. ഈ ടൈം കേൾക്കുന്നുണ്ട് സംഭവം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ? എന്താ പേര്? അറക്കൽ ബാബ. ഏതായാലും സാറിന് ആദ്യമായിട്ട് മേക്ക് 7 ഈ ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഉണർവ് 2025 എന്ന പേരിൽ സോൺ 4 നടപ്പിലാക്കി. നിങ്ങൾ ഞാൻ 20-ാം തീയതി മറ്റേ ബീച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവിടെ നമുക്ക് MDMA കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ തികച്ചും സൗജന്യമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അതാത് നാട്ടിലെ ആളുകൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ഈ സംവിധാനത്തിലേക്ക് വളരെ താല്പര്യപൂർവ്വമാണ്. ജാതി മത രാഷ്ട്രീയ ചിന്തയൊക്കെ അല്ലാതെ എല്ലാവരും സ്നേഹത്തിന്റെ ഒരു സംഘമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ പ്രചരിപ്പിക്കപ്പെടേണ്ട ഏറ്റവും നല്ല കാര്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളുണ്ട്. ഒരു പ്രതിഫലേച്ഛയില്ലാതെയാണ് ഇതിന്റെ ഫൗണ്ടർ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ, അതേപോലെ ഞങ്ങൾ എല്ലാവരും ഇതിന്റെ പിന്നിൽ. ഇദ്ദേഹം സൈക്കോളജിസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഇദ്ദേഹം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞങ്ങൾ അത്ര വലിയ അപകടം നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് തന്നെ അല്ലെങ്കിൽ പാരന്റ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ പറഞ്ഞുകൊണ്ട് സൈക്കോളജിസ്റ്റ് ആണോ സൈക്കാട്രിസ്റ്റ് ആണോ? സൈക്കോളജിസ്റ്റ് ആണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഏറ്റവും നല്ലത്. ഇപ്പൊ ലഹരിയിലേക്ക് പോകാതിരിക്കാൻ ഏറ്റവും നല്ലത് കുട്ടികളെ ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് വിടുക. തീർച്ചയായിട്ടും അവർക്ക് ഇതാക്കണം ലഹരി. അതിനൊരു കാരണമുണ്ട്. ഇങ്ങനെ എല്ലാ നാട്ടിലെ എല്ലാ കാരണന്മാരുടെ വലിയ ബന്ധമുണ്ടെങ്കിൽ വേറെ അപ്പുറത്ത് കറങ്ങി നടക്കാനൊക്കെ പോകുമ്പോൾ സമയം കിട്ടും. ഞാൻ അപ്പുറത്തോടൊന്ന് ഇവരെടുത്തോളൊന്ന് പോവാം അല്ലേ? സിനിമ തിരകളാണോ? എന്താ മോളെ പേര്? ഇത് അശ്വമിത്ര കേസ്. ഇത് ഐറ്റം വേറെ. ഓക്കെ, അപ്പൊ ഏത് സിനിമയിൽ അഭിനയിച്ചേ? ഓ മൈ ഡാർലിംഗ്, പിന്നെ 11, പിന്നെ തമിഴില് മൂവി ഷൂട്ട് ഉണ്ട്. ഞാനൊരു സിനിമ പിടിച്ചാൽ അതിൽ അഭിനയിക്കൂ? ഇറങ്ങത്തില്ല. സെറ്റായോ? ഞാൻ വിളിക്കും. പിന്നെ അഭിനയിക്കാൻ പറ്റില്ല. പൈസ തരത്തില്ലേ?
പാട്ട് വരാം. ആ ഓക്കെ. അപ്പൊ മോളെ ഞാനേ വാ, മോളൂടെ വാ, എന്നോട് ഞാൻ വരാം. നമുക്ക് ഇവിടെ ചെയ്തൂടെ? നമുക്ക് ചെയ്യാം, പക്ഷെ നമുക്ക് ഇതിന്റെ വാർത്തക്കിടയിലായി പോകും, അതാണ് പ്രശ്നം. മോളെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ മോളെ? മോളുടെ പേരെന്താ? മോള് ഭയങ്കര വൈറലാ, നമുക്ക് അറിയാമോ അത്? സോഷ്യൽ മീഡിയയിലൊക്കെ മോളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മോളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സുഖമായിട്ട് പോകുന്നു. പരീക്ഷ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവള് വൈറലാവാനുള്ള കാര്യം എന്തോ? പാട്ട് പാടിയിട്ട്. അപ്പൊ അവളുടെ പാട്ട് കേൾക്കണ്ടേ നമുക്ക്? തീർച്ചയായിട്ടും. മോളുടെ പാട്ടൊന്ന് കേട്ടാലോ നമുക്ക്? അത് കഴിഞ്ഞ് നമുക്ക് വാർത്തയ്ക്ക് പോവാം, വാർത്തയുണ്ട്. പാടിക്കും മോളെ. जोड़ा बनाए जन्मों का, चल तेरे मेरे इस किसे का सिक्का उछाले, हूँ जित में तेरी है पट तुम मेरे हवाले, कहता है क्या मेरा जिया, बोलो पिया के ഓക്കെ മോളെ, മിടുക്കി മോളിനിയും ഒരുപാട് വൈറലാവാനുണ്ട് കേട്ടോ മോളെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എന്താ മോനെ, സന്തോഷല്ലേ? ഓക്കെ. നിനക്ക് കയ്യിൽ മിമിക്രി എന്തെങ്കിലും ഉണ്ടോ? നിന്നെ കണ്ടൊരു മിമിക്രി ആർട്ടിസ്റ്റ് പോലും ഉണ്ടല്ലോ? ഇല്ലല്ലോ. ഓക്കെ സാറേ, ഞങ്ങൾ മാക്സിമം ജിദ്ദ പ്രതിനിധികളാണ്. ഞങ്ങൾ കൂടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജിദ്ദിന്ന് വരികയാണ്. ഏകദേശം നിങ്ങൾ ഉണ്ടാക്കിയോ? അവർക്ക് അവിടെയും സമാധാനം കൊടുക്കത്തില്ല, എവിടെയും കൊടുക്കത്തില്ല. 500ഓളം ആളുകൾ ചെയ്യുന്നുണ്ട്. 14 യൂണിറ്റുകളായിട്ട് 500-ലധികം ആളുകൾ ഡാറ്റയുടെ ചെയ്ത് ഇതെന്താ പരിപാടി? ജിദ്ദിയിലെ അക്കൗണ്ട്സ് ഇൻവെസ്റ്ററാണ് പല ഇതിലായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ.